ക്രിയേറ്റർ സ്റ്റോറില് സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്നവർക്ക് എപ്പോഴും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ ലീമാൻസിന്റെ പെർഫ്യൂംസ്. ലീമാൻസ് എന്നുള്ളത് നമ്മുടെ തന്നെ സബ് ബ്രാൻഡാണ്. അപ്പൊ ഈ ലീമാൻസിൽ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഇങ്ങനെ 5 പ്രൊഡക്ട്സ് ഉണ്ട് ഇതില്. അപ്പൊ ഞാനിത് ആക്ച്വലി ഇതെല്ലാം ഒരിക്കലും ഒരു വീഡിയോ ചെയ്ത് പോയതാണ്. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ഈ പെർഫ്യൂമായി റിലേറ്റഡ് അല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും ചിലപ്പോൾ ആ ടോപ്പിക്ക് കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും എപ്പോഴും ആൾക്കാർ ചോദിക്കും ഇത് ഏതാണ്, എത്രത്തോളം പെർഫോം ചെയ്യുമെന്നതൊക്കെ. സോ ഇത് 5 വീഡിയോസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇത് ഓരോന്നോരോന്ന് സിംഗിൾ വീഡിയോസ് ചെയ്യാട്ടോ. സോ ഇത് റോയൽ നൈറ്റ് എന്നുള്ളത് ഡിയാൻജി ദ വൺ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഈ ഡിയാൻജി ദ വണ്ണിന്റെ നിങ്ങൾ മുമ്പ് നമ്മുടെ ബ്ലിസ് പാരീസിൽ ഒരു ദ വൺ ഉണ്ടായിരുന്നു ഡിയാൻജിന്റെ. കുറെ പേർക്ക് അത് ഇഷ്ടമായിരുന്നു. ഭയങ്കര കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു ഡിയാൻജി ദ വണ്ണിന്റെ ഒരു വേരിയന്റ്. അത് ആക്ച്വലി ഡിയാൻജി ദ വൺ EDP പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. നമ്മളെ സോളിറ്ററി എന്നുള്ളത് ഡിയാൻജി ദ വണ്ണിന്റെ ഫസ്റ്റ് വന്നിട്ടുള്ളത് EDT ആയിരുന്നു. അത് കുറച്ചും കൂടി ലൈറ്റർ ആണ്. അപ്പൊ അതാണ് സോളിറ്ററി. പക്ഷെ ഒരുപാട് പേർക്ക് സോളിറ്ററി ഇഷ്ടമാണ്. അതിന്റെ കാര്യം എന്താ വെച്ചാല് അതാണ് അതിന്റെ ഒരു യഥാർത്ഥ ഒരു വൈബ് നമുക്ക് തരിക. ഡിയാൻജി ദ വൺ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ആ ഒരു വൈബ് ഇതിന്റെ EDT വേർഷൻ ആണ്. EDT എന്നുള്ളത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും എലിക്സർ ആണ്. ഇത് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ ഇത് EDT-യിലാണോ കൊടുക്കുന്നതെന്ന്. എത്ര പറഞ്ഞാലും തിരിയാത്ത കുറെ ആൾക്കാരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയാണ്, ഒറിജിനലിന്റെ പേരാണ് ഡിയാൻജി ദ വൺ EDT, ഡിയാൻജി ദ വൺ EDP എന്നുള്ളതൊക്കെ. നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും എലിക്സർ ആയിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടാവണം. അപ്പൊ അത് ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ട് കൂടി ചോദിക്കരുത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഇത് റോയൽ നൈറ്റ് എന്നുള്ളത് ഡിയാൻജി ദ വൺ EDP-ന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ളത്. മറ്റേത് ഒരു ഫ്രഷ്നെസ് വന്നിട്ട് അതിലേക്ക് ആ ഒരു സ്വീറ്റ്നെസ്സും അരോമാറ്റിക് നോട്ട്സും പിന്നെ നമ്മുടെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ടൊബാക്കോ സ്മോക്കി നോട്ട്സ് എല്ലാം കൂടി, അതായത് ഒരു ആംബർ സ്മോക്കി ആയിട്ടാണ് സോളിറ്ററി ഉണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ അതിന്റെ കുറച്ചും കൂടി ഡെപ്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധനം? 30 ml 590 rupees ആണ്. ഇനീഷ്യലി ഇപ്പൊ ഇതിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്, എങ്ങനെയാണ് ഇത് സാധനം. ഇതിപ്പോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്റെ കണ്ണിൽ ഞാൻ ഇവിടെ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സോളിറ്ററിന്റെ ഫ്രാഗ്രൻസ് തന്നെ, പക്ഷെ അതിലേറെ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലുണ്ട്. അതാണ് വ്യത്യാസം. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 3 hours വരെ ഇത് പ്രൊജക്ട് ചെയ്യും. അവിടുന്ന് ഒരു 6+ hours ലാസ്റ്റ് ചെയ്യും. ചില സമയത്ത് 8 hours ഒക്കെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലോഞ്ചിവിറ്റി ഉള്ള ഒരു പെർഫ്യൂമാണത്. അപ്പോൾ ഇത് ഏത് ഒക്കേഷൻസിലേക്ക് പറ്റുക വെച്ചാൽ ഈവനിങ് യൂസിനാണ്. നമ്മൾ ഒരു ഈവനിങ് ഔട്ടിങ്ങിനും പാർട്ടിക്കും ഒരു ഡേറ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഇപ്പൊ ഈവനിങ് ചിലപ്പോൾ ചിലർ കോഫി ഡേറ്റിനൊക്കെ ഇറങ്ങും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാങ് ഔട്ട്സിനൊക്കെ ഇറങ്ങും, ഷോപ്പിങ്ങിന് ഇറങ്ങും. അങ്ങനെയൊക്കെ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. നല്ലൊരു ഒരു വൈബ് കിട്ടുന്ന ഒരു പെർഫ്യൂമും കൂടിയാണ്. സോ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. നോട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിലൊരു ആംബർ സ്മോക്കി, ചെറിയൊരു അരോമാറ്റിക് ടച്ച്, ഇത്തിരി ഒരു സ്വീറ്റ്നെസ്സും അതിനെ കൂടെ തന്നെ ഫ്രഷ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഉള്ളത്. സോ ട്രൈ ചെയ്ത് നോക്കിയോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് 2 ആണ്. സോ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.